ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ട്രിപ്ലറ്റ്സ് ഫാമിലി. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പം നമ്മൾ ഇന്നൊരു ഈവനിങ് റൂട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ ഇതാ മക്കളെ മൂന്നാളെ ഉറക്കിയതിന് ശേഷം ഞാൻ ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കാഞ്ഞ് തിരികെ വെക്കുകയാണ് കേട്ടോ. അതൊരു ഇവർ ഉറങ്ങിയിട്ടുള്ള ഫസ്റ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ എനിക്ക്. കളിപ്പാട്ടങ്ങൾ മൊത്തം ഒന്ന് അടുക്കി പെറുക്കി വെക്കുക. ശേഷം അവർ കിടന്നത് പായയും പിന്നെ അതേ ഡ്രൈ ഷീറ്റും ഒന്ന് പുറത്ത് ജസ്റ്റ് ഒന്ന് വെള്ളമാക്കിയിട്ട് പുറത്ത് വിരിച്ചിടുക. അങ്ങനെ ഞാൻ പുറത്തേക്ക് പോയപ്പോൾ പുറത്ത് നല്ല അടിപൊളി മഴ പെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം നമുക്ക് ഈ മഴ ഉണ്ടായിരുന്നില്ല. ഇന്നലെയാണ് നല്ലൊരു മഴ പെയ്തത്. ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതേ ഞാനതാട്ടോ പറയുന്നത്, ഇത്രയും ദിവസം നമുക്കൊരു മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് സൈഡിൽ ഒന്ന് വെള്ളം നനച്ച് വെച്ചു കേട്ടോ. ശേഷം ഞാൻ അടിച്ചു വാരുകയാണ് കേട്ടോ. അടിച്ചു വാരണം, തുടയ്ക്കണം. അതാണ് പിന്നെ എൻ്റെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. പിന്നെ സോഫ വേരിയൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടിക്കുടഞ്ഞിട്ടു. കാരണം ഇവർ കളിക്കുമ്പോൾ ജസ്റ്റ് പിടിച്ച് നിൽക്കുന്ന സമയത്ത് പിടിച്ച് വലിച്ച് സോഫ വേരി മൊത്തം താഴോട്ടായി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് തുടയ്ക്കലാണ്. അപ്പം ഇന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് രാത്രി നമ്മുടെ മക്കളെയും കൊണ്ട്. അപ്പോൾ എവിടെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചൊക്കെ വാരി അതിന് ശേഷം തുടയ്ക്കാൻ വേണ്ടി തുടപ്പെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം നല്ല മഴയാണ് കേട്ടോ പുറത്ത്. നല്ല ചെറുതായിട്ടൊരു ഇടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫാൻ ഓഫ് ചെയ്യാൻ മറന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ ഫാൻ ഓഫ് ചെയ്ത് പിന്നെ ഞാൻ തുടയ്ക്കാൻ വേണ്ടി തുടപ്പെടുത്ത് വന്നു. പുറത്ത് നല്ല മഴയായതുകൊണ്ട് തോർത്തൊക്കെ എടുത്ത് തലയിലിട്ട് പോയതാണ് കേട്ടോ. അതാണ് എടുത്ത് മാറ്റിയത്. അപ്പോൾ ഫുള്ള് തുടയ്ക്കുകയാണ്. അവിടേക്ക് തുടച്ചിടാൻ വിചാരിച്ചു. അത് കഴിഞ്ഞാൽ നേരെ സിറ്റ് ഔട്ടും ഒന്ന് തുടച്ചിട്ടു കേട്ടോ. ഞാൻ എന്തായാലും ഡൈനിങ് ഹാൾ തുടയ്ക്കുന്ന സമയത്ത് സിറ്റ് ഔട്ടും കൂടെ ഒന്ന് തുടയ്ക്കാറുണ്ട്. കാരണം പൂച്ചയോ മറ്റെന്തെങ്കിലും ജീവജാലങ്ങൾ വന്ന് കിടക്കുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ മൊത്തം ഒന്ന് എപ്പോഴും തുടച്ചിടാറുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ അതൊക്കെ തുടച്ചിട്ടു. ശേഷം നമ്മുടെ പ്രധാന പരിപാടി, മഴയായതുകൊണ്ട് തുണി ഒന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാ തുണിയും എടുത്ത് നമുക്ക് മുകളിൽ വിരിച്ചിടണം. അപ്പോൾ അടുത്ത അതാണ് കേട്ടോ. അപ്പോൾ പുറത്ത് ഇപ്പോഴും നല്ല മഴ തന്നെയാണ് കേട്ടോ. പുറത്തൊരു ചെറിയൊരു ഡ്രൈ ഷീറ്റാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നനഞ്ഞാലും പ്രശ്നമല്ല വിചാരിച്ച് മഴയത്തിട്ടതാണ്. പിന്നെ ഇതൊന്ന് മുകളിൽ കൊണ്ടുപോയി ആറിയിടണം. മുകളിലെ ഒരു റൂമിലാട്ടോ നമ്മൾ ആറിയിടുന്നത്. അല്ലാതെ നമുക്കിവിടെ ആറിയിടാനുള്ള സ്ഥലമല്ല. അപ്പോൾ മുകളിൽ റൂമിൽ ജസ്റ്റ് ഒരു അയൽ കെട്ടിയിട്ട് മക്കളിതൊക്കെ ആറിയിടുകയാണ്. ചെറുതായിട്ട് ഞാൻ ഫാൻ ഇട്ട് വെച്ചിട്ടുണ്ട്, എന്നാലേ ഒന്ന് പെട്ടെന്നൊന്ന് ഉണങ്ങി കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ താഴേക്ക് വരികയാണ് കേട്ടോ. താഴേക്ക് പോന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ചായ ഉണ്ടാക്കലാണ്. ഇത് ഞങ്ങൾ മാരേജ് സമയത്ത് ഞാനും ബ്രദറും കൂടി, എൻ്റെ മാരേജ് സമയത്ത് എടുത്തതാണ്. ഞാനും ബ്രദറും കൂടി ഉള്ളൊരു ഫോട്ടോയാണ്. അത് കഴിഞ്ഞാൽ ഞാൻ നേരെ ചെന്ന് അടുക്കളയിലേക്ക് കയറി. കുറച്ച് പാത്രങ്ങൾ നമ്മൾ ഈവനിങ് ഫുഡ് കൊടുത്തതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചു. അവിടേക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. പിന്നെ അടുത്ത എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ചായ വെക്കലാണ്. അപ്പോൾ ഈവനിങ് എനിക്കിപ്പോൾ ഒരു ചായ നിർബന്ധമാണ്. ആദ്യം ഞാൻ ചായ ഒന്നും കുടിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ഈവനിങ്ങിൽ ഒരു ചായ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായ വെച്ചിട്ടുണ്ട്. ശേഷം അവിടെ ഗ്യാസിൻ്റെ സൈഡും പിന്നെ ആ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചിട്ടു കേട്ടോ. കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് കഴിയുമ്പോഴത്തേ അവിടേക്ക് ഇങ്ങനെ അഴുക്ക് പറ്റി കിടക്കും. അപ്പോൾ തന്നെ അവിടേക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടു. ശേഷം ചായ വെക്കുകയാണ് കേട്ടോ. അവിടേക്കൊന്ന് ക്ലീൻ ആക്കിയ ശേഷം ചായ വെച്ചു. പിന്നെ ഞാനിപ്പോൾ നോക്കി നിൽക്കുന്നത് പുറത്തേക്കാണ് കേട്ടോ. നമുക്കിവിടെ ഒരു ഗ്രില്ലാണ്. ആ ഗ്രില്ലിൽ കൂടെ ഒരു ചെറിയ ഗ്രില്ലാണ്. അപ്പോൾ ആ ഗ്രില്ലിൽ കൂടെ നമുക്കിങ്ങനെ പുറത്തേക്കൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കി നിൽക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ഗ്രില്ല്. ഇതാണ് കേട്ടോ ആ ഗ്രില്ല്, ഞാൻ നോക്കി നിന്ന ഗ്രില്ല് കേട്ടോ. ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ കാണാം. അപ്പോൾ മഴയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, പൊടി ഇടുകയാണ്. ഇങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പോകാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിന്ന് ഹോസ്പിറ്റലിലേക്കാണ് പോകാനുള്ളത്. അതായത് നമ്മുടെ മക്കൾ 3 പേരും ഒരു 8 മന്തിലാണ് അവർ ഡെലിവറി ആയത്. അപ്പോൾ അവർക്ക് വൈറ്റമിൻ D3 സി പിങ്ക് എന്ന് മരുന്നുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഡോക്ടറോട് കഴിയാറായോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിച്ചു. ചായയും ബിസ്ക്കറ്റുമാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഞാൻ ചായയും ബിസ്ക്കറ്റും കഴിച്ചു കേട്ടോ. അപ്പോൾ അത് ഈവനിങ് ഒരു 7:30ക്കാണ് ഡോക്ടർ ഉണ്ടാവുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവർ എഴുന്നേറ്റ് ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം പോകാൻ. അങ്ങനെ സന്ധ്യയായ സമയത്ത് ഞാൻ വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. ഇന്ന് ഞാൻ തന്നെയായിരുന്നു വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വിളക്കൊക്കെ കത്തിച്ചു. ഓരോരുത്തരെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഓരോരുത്തർ എഴുന്നേറ്റ് വന്നു പ്രാർത്ഥിച്ചു. പിന്നെ അവർക്ക് ഞാൻ ജസ്റ്റ് ഒരു പഴം പുഴുങ്ങിയത് കൊടുത്തു കേട്ടോ.
കാരണം അവർക്ക് വലിയ വിശപ്പ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, കൊടുത്ത സമയത്ത്. കുറച്ചും കൂടെ കഴിയുകയാണെങ്കിൽ അവർ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് അവർ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവരെ എല്ലാവരും ഒരുക്കിയെടുത്തു. നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോഴത്തെ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ അതേ അച്ഛൻ വന്നു, കുട്ടികളെ അച്ഛൻ വന്നു. ഇതേ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അതേ വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനും അമ്മയും എൻ്റെ അമ്മയും ഞാനും എൻ്റെ അമ്മയും പിന്നെ എൻ്റെ ഹസ്ബൻഡും മക്കളോടെയാണ് പോണത്. അപ്പം ഞാൻ ദേ 2 പേരെ ഒരുമിച്ച് പിടിച്ചിട്ടുണ്ട്. അമ്മയുടെ കയ്യിൽ ഒരാളും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് കെട്ടാങ്ങലാണ്. കെട്ടാങ്ങൽ നിയാസാറയാണ് ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണിക്കാൻ പറ്റി കേട്ടോ. അവിടെ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ അമ്മേൻ്റെ അടുത്ത് നീലമുണ്ട്, എൻ്റെ അടുത്ത് കിളിക്കുട്ടി ഉണ്ട്, ഹസ്ബൻഡിൻ്റെ അടുത്ത് നിവിമോളുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കിട്ടിയ ടോക്കൺ 7ആയിരുന്നു കേട്ടോ. 7ാമത്തെ ആളായിരുന്നു. അപ്പോൾ 6ാമത്തെ ആളപ്പോൾ കയറുകയായിരുന്നു കേട്ടോ. നമുക്ക് വേഗം തന്നെ കയറാൻ പറ്റി. അങ്ങനെ 7ാമത്തെ ആളായിട്ട് നമ്മൾ കയറി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളൊരു ബേക്കറിയിൽ കയറി. കുറച്ച് സ്നാക്സൊക്കെ വാങ്ങാണ്ടായിരുന്നു. അതിന് മുമ്പ് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ബേക്കറി കയറിയ സമയത്ത് നമ്മൾ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ വാങ്ങിച്ചു. ഇവിടെ വാങ്ങിച്ചത് മറ്റേ ഫലാഫിലും സോന കേക്കില്ലേ, അതൊക്കെയാട്ടോ വാങ്ങിച്ചത്. പിന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ.